ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 41 42 തിരുവചനങ്ങൾ. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. തൻ്റെ എളിയ സഹോദരി മറിയമാണ് ശരി, അവൾ തിരഞ്ഞെടുത്ത വഴിയാണ് നല്ലത് എന്ന് താൻ ആരാധിക്കുന്ന യേശു എന്ന വലിയ ഗുരു തന്നോട് പറയുന്നത് കേൾക്കുന്ന മർത്ത. ഏതാണ് ആ ശരിയായ വഴി എന്ന് യേശു പറയുന്നത് സശ്രദ്ധം കേൾക്കുന്ന അവിടെ വന്നു കൂടിയിരിക്കുന്ന അവരുടെ കൂട്ടുകാർ. അവരെല്ലാവരും ആ രണ്ട് സഹോദരിമാരെയും നോക്കി ഒരല്പം ആലോചിക്കുന്ന സമയം ഒരാൾ തങ്ങളുടെ നടുവിലിരിക്കുന്ന യേശുവിനെയും ശുശ്രൂഷിക്കുന്നതിലും ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളിലും വ്യഗ്രചിത്തതയിൽ മനസ്സിൻ്റെ വേവലാതിയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന കൺഫ്യൂഷനിൽ വന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വന്നാൽ തങ്ങളെപ്പറ്റി അവർ എന്ത് കരുതും എന്ന് മനസ്സിൽ ആദ്യ പൂണ്ട് വീടിനകത്ത് ഓടി നടക്കുന്ന മർത്ത. തൻ്റെ സഹോദരി തൻ്റെ കൂടെ തൻ്റെ ആവലാതിയിൽ എന്തുകൊണ്ട് ചേരുന്നില്ല എന്ന് യേശുവിനോട് പരിഭവം പറയുന്ന മർത്ത. എന്നാൽ മറിയം വളരെ കൂളായി തനിക്ക് വേറെ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ വീട്ടിൽ വന്നിരിക്കുന്ന തങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധയും വയ്ക്കാതെ തങ്ങൾ ആരെ കേൾക്കുവാൻ വന്നുവോ ആ യേശുവിനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് സശ്രദ്ധം കേൾക്കുന്ന മറിയം. രണ്ട് സഹോദരിമാരും രണ്ട് ധ്രുവത്തിലിരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ വന്ന തങ്ങൾ ഓരോരുത്തരും യേശു പറയുന്നത് കേൾക്കുകയാണ്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ, വളരെ ആർദ്രതയോടെ യേശു മർത്തയെ വിളിക്കുകയാണ്. ഒന്നല്ല 2 വട്ടം. ആ സഹോദരിയുടെ തങ്ങളെയെല്ലാം ശുശ്രൂഷിക്കുന്നതിനുള്ള വ്യഗ്രത കണ്ട് ആ സേവനത്തിൽ സംതൃപ്തനായി ആ മകളോടുള്ള ദൈവത്തിൻ്റെ കരുണയിൽ യേശുവിൻ്റെ അടുപ്പത്തിൽ വിളിക്കുന്ന സമയം. മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയായിരിക്കുന്നു. നിൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിൻ്റെ മനസ്സും നിൻ്റെ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. ദൈവവുമായി ഇടപെടുന്ന പ്രാർത്ഥനയുടെ, ദൈവബന്ധം ശക്തീകരിക്കുന്ന ആരാധനയുടെ ആത്മീയ സമാധാനം, സ്വർഗീയ സമാധാനം നിറയുന്ന ദൈവവചനം സശ്രദ്ധം കേൾക്കുകയും അതിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിനുടമയായി ലൗകിക ജീവിതം താൽക്കാലികം മാത്രമാണ് എന്ന നല്ല ബോധ്യത്തിൽ മറിയാം തിരഞ്ഞെടുത്ത നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ. ഏതാണ് ആ നല്ല ഭാഗം? കർത്താവിൻ്റെ വചനത്തോടൊപ്പം ഇരുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ് ആനന്ദം കൊള്ളുന്ന, സമാധാനം കൊണ്ട് നിറഞ്ഞു കവിയുന്ന അനുഭവം മറിയത്തെപ്പോലെ അനുഭവിക്കുവാൻ, ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.